നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ന് തന്നെ വന്ന എന്തുകൊണ്ട് നന്നായി മോളെ പരിശോധിച്ച ഡോക്ടറെ തന്നെ നമുക്ക് കാണാൻ പറ്റിയല്ലോ. ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ബായിരിക്കെ രഘുവേട്ടന് പകരം ഗോകുലേട്ടൻ വണ്ടിയായി വരൂന്നല്ലേ അച്ഛാ പറഞ്ഞത്? അതിനുശേഷം നമ്മൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? രഘുവായിരുന്നെങ്കിൽ നമുക്ക് കോളേജിലും ഹോസ്റ്റലിലൊക്കെ ഒന്ന് പോകാമായിരുന്നു. ഇതിപ്പോ ഗോകുലിനെ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ മോളെ. രഘുവേട്ടന് ഓഫീസിൽ തിരക്കുള്ളതുകൊണ്ടല്ലേ അച്ഛാ? അടുത്ത പ്ലാൻ എന്താന്ന് ഗോകുലേട്ടൻ ചോദിച്ചാ അച്ഛന് പറയാലോ. അല്ലച്ചാ, സമയമുണ്ടെങ്കിൽ ഗോകുലേട്ടൻ കൊണ്ടുപോട്ടെ, ഇല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് ഓട്ടോ വിളിച്ചു പോവാം. ഞാൻ ആലോചിക്കുന്നത് അതല്ല, നമുക്കിപ്പൊ തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഹോസ്റ്റലിലേക്ക് പോയാൽ എന്താന്നാ? അപ്പൊ ആരെ ആശ്രയിക്കണ്ടല്ലോ. അത് ഗോകുലേട്ടൻ വന്ന് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേ? ഇല്ലില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ രഘുവിനെ വിളിക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ടേ അവൻ ഗൂഗിളിനെ ഇങ്ങോട്ട് അയക്കും. ഞാനിതുവരെ വിളിച്ചിട്ടില്ലല്ലോ. നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തീർത്തിട്ട് രഘുവിനെ വിളിച്ചാ പോരെ മോളെ? എല്ലാം കഴിഞ്ഞിട്ട് എന്തിനാ അച്ഛൻ വിളിക്കുന്നത്? തിരിച്ചു പോവാണെന്ന് പറയാനോ? പരമാവധി ഒരാളെ ആശ്രയിക്കാതെ എല്ലാം ചെയ്യുന്നതാ അച്ഛനിഷ്ടം. പ്രത്യേകിച്ച് മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഗോകുലിനെ ഇപ്പോഴേ നമ്മൾ സഹായത്തിന് വിളിക്കുന്നത് ശരിയല്ല. മോള് വാ, നമുക്കൊരു കോഫി കുടിച്ച ശേഷം ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് അങ്ങ് പോയേക്കാം. മാഷേ, ആ ഗോകുൽ ഞങ്ങൾ ഇറങ്ങിയ ശേഷം വിളിക്കാമെന്നാണല്ലോ രഘുവിനോട് പറഞ്ഞത്. അതെ, രഘുവേട്ടൻ എന്നോടും അങ്ങനെയാ പറഞ്ഞത്. രഘുവേട്ടൻ വിളിച്ച ഉടനെ മഞ്ചാടിയെ മാഷിനെ പിക്ക് ചെയ്യണമെങ്കിൽ ഞാനിവിടെ തന്നെ ഉണ്ടാവണമല്ലോ. പിന്നെ രണ്ടുപേരെയും ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. മോന് ബുദ്ധിമുട്ടായോ? അയ്യോ, എന്ത് ബുദ്ധിമുട്ട് മാഷേ. മാഷേ, വണ്ടിയുണ്ട് മാഷേ, നമുക്ക് അതിൽ പോവാം. മഞ്ചാടി വാ വാ മാഷേ, നമ്മളെ വാ, വണ്ടി കയറ്. മാഷെ കണ്ട കാര്യം ഞാൻ രഘുവേട്ടനെ വിളിച്ച് പറഞ്ഞോളാം. അല്ല ഗോകുലെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ മാഷെ പോകേണ്ടത്? മഞ്ചാടി താമസിച്ച് ഹോസ്റ്റലിൽ ഒന്ന് പോകണം. അവിടെ മഞ്ചാടിയുടെ ബുക്സും മറ്റൊരിപ്പുണ്ട്. അപ്പോ മഞ്ചാടി കോളേജിൽ നിന്ന് മാറുവാണോ, അതോ ഹോസ്റ്റൽ മാത്രം ചേഞ്ച് ചെയ്താണോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ആ ഹോസ്റ്റൽ എന്തായാലും വേണ്ട, അത് ഒഴിഞ്ഞു കൊടുക്കണം. ശരി മാഷെ, നമുക്ക് ഇഷ്ടം പോലെ ടൈം ഉണ്ടല്ലോ. എല്ലായിടത്തും ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. ആദ്യം നമുക്ക് വീട്ടിൽ പോയാലോ? അത് വേണോ ഗോകുലെ? മോന്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് വിചാരിക്കും? അവരാ എന്നോട് പറഞ്ഞേ മാഷിനെയും മഞ്ചാടിയെയും നേരെ അങ്ങോട്ട് കൊണ്ടുചെല്ലണമെന്ന്. ഇത്രയും നേരം ഹോസ്പിറ്റലായിരുന്നില്ലേ? വീട്ടിൽ ചെന്നിട്ട് അല്പം റെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പോവാം. വണ്ടി നേരെ വീട്ടിലേക്ക് വിടട്ടെ മാഷെ? ശരി, പോ. കേറ് മാഷെ. മഞ്ചാടി, ഉള്ള കയറിക്ക. മാഷെ. ശരി. എന്തിരുന്നിരിക്കെ?
എൻ്റെ വീടിൻ്റെ പ്രമാണമാണ്. 2 മാസമെങ്കിലും കഴിയാതെ മുഴുവൻ പണം എനിക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത് കുഴപ്പമില്ല ഇന്ദ്ര. ഗോകുൽ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതാവും. ഞാൻ അവനോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കട്ടെ. വേണ്ട രഘു, ആരുടെ റെക്കമെൻഡേഷനിൽ ഗോകുൽ എൻ്റെ അടുത്ത് ഔദാര്യം കാണിക്കണ്ട. അല്ല, എങ്കിൽ ഇന്ദ്രൻ തന്നെ അവനോട് സംസാരിക്കുക. 2 മാസത്തേക്ക് കൂടി ഇതേ സ്കീമിൽ വായ്പ നീട്ടിത്തരാൻ അവൻ വിചാരിച്ച നടക്കും. ഇന്ദ്ര, ഗോകുല് പഴയ ആളൊന്നുമല്ല. ഇന്ദ്രൻ പറഞ്ഞ അവന് മനസ്സിലാവും. ഈ പുതിയ സ്കീമിലേക്ക് മാറ്റി വലിയ ബുദ്ധിമുട്ടാവും ഇന്ദ്ര. നീ ഇപ്പൊ കൊടുക്കുന്ന ഇൻട്രസ്റ്റിന്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും. അതൊക്കെ എനിക്കറിയാം രഘു. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കത് വലിയ ഇരട്ടടിയോ. പക്ഷേ ചില പാഠങ്ങൾ പഠിക്കാൻ ചില നഷ്ടങ്ങൾ ഉണ്ടായേ പറ്റൂ. ഗോകുലിൻ്റെ മധുരമായ പ്രതികാരം ജയിക്കട്ടെ. കാരണം അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഇൻട്രസ്റ്റ് ഞാനാണ് അടയ്ക്കേണ്ടതെങ്കിലും ഈ പ്രമാണം ഇവിടെ ഇരിക്കുന്നത് എൻ്റെ അമ്മയ്ക്കുള്ള ശിക്ഷയാണല്ലോ. അത് ശിക്ഷയായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇന്ദ്രൻ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഇത് ഇവിടെ ഏൽപ്പിച്ച മാത്രം പോരാ ഇന്ദ്ര. കമ്പനി അഡ്വക്കേറ്റ് ഈ പ്രമാണം മൊത്തം വായിച്ച് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. അതിൽ അമ്മയടക്കം ഈ സ്വത്തിന്റെ എല്ലാ അവകാശങ്ങളും സൈൻ ചെയ്യേണ്ടി വരും. ഈ ഷോപ്പിന്റെ ഡോക്യുമെന്റ്സിൽ അനുപമ വന്ന് സൈൻ ചെയ്ത പോലെ ഈ സ്വത്തിന്റെ അവകാശികൾ വരുമെന്ന് ഇന്ദ്രന് തോന്നുന്നുണ്ടോ? ഇതിൻ്റെ അവകാശികൾ അമ്മയും ഞാനും എൻ്റെ കൂടപ്പിറപ്പുകളും അല്ലേ. എനിക്ക് വേണ്ടി അവർ വന്ന് സൈൻ ചെയ്യുന്ന എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ പിന്നെ ഞാനിതുവരെ അവർക്ക് വേണ്ടി ജീവിച്ചാൽ എന്താ അർത്ഥം? എഗ്രിമെൻ്റ് റെഡിയായാൽ നീ വിളിച്ചാൽ മതിരിക്കൂ. ഞാൻ അവരെയും കൂട്ടി വന്നോളാം. ഇന്ദ്ര, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? വേണ്ട രഘു, എനിക്കിനി ആലോചിക്കാനൊന്നുമില്ല. രഘു വിളിച്ചാൽ മതി.